ഇനി തക്കാളി ഇല്ലെങ്കിലും റെഡ് ചില്ലി ആൻഡ് ടൊമാറ്റോ സോസ് യൂസ് ചെയ്ത് നമുക്കൊരു അടിപൊളി കടലക്കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ കടല നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി, അത് മാത്രമല്ല ഉള്ളി, അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്ക് റെഡ് ചില്ലി ആൻഡ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് അത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. ഇത് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി, നിങ്ങൾക്ക് അറിയാലോ സോസിൻ്റെ സ്മെൽ ഉണ്ടാവും, അത് മാറി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 2 സ്പൂൺ തൈര് ആഡ് ചെയ്യുക. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കറിവേപ്പിലൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച കടല ഒരു പകുതി മുക്കാലിട്ടാൽ മതി, കുറച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഈ കടലയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഈ കടലയും ഈ മിക്സൊക്കെ ഒന്ന് തിളച്ച് ബ്ലെൻഡായി വരട്ടെ, അതിനായിട്ട് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന ഈ പട്ടയും പിന്നെ ചെറിയൊരു കഷ്ണം ഗ്രാമ്പും കൂടെ എടുത്തിട്ട് നമ്മൾ ഈ കടലയിൽ മാറ്റി വെച്ച കടലയോടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു തിളച്ച മിക്സിലേക്ക് നമ്മൾ ഒഴിച്ച് നന്നായി ഇളക്കി മല്ലിത്തലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. സോ ഡു